ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ബീഫ് പിസ്സയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം ബീഫ് ടോപ്പിംഗ് റെഡിയാക്കാം. അതിനായിട്ട് 2 ടേബിൾ സ്പൂൺ ഓയിലിലേക്ക് 1 ടീസ്പൂൺ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ട് അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി അതിൻ്റെ കളർ ചെറുതായിട്ടൊന്ന് മാറി വരുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം അതിലേക്ക് ഒരു മീഡിയം സൈസ് സവാള ഇതുപോലെ പൊടിയായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. സവാളയുടെ കളർ ജസ്റ്റ് ഒന്ന് മാറി വരണം ഇതുപോലെ. ആ സമയത്ത് ഇതിലേക്ക് 1.25 കപ്പ് ബീഫ് ചേർത്ത് കൊടുക്കുക. ഇത് മിൻസ് ചെയ്തിട്ട് വേവിച്ചിട്ടുള്ള ബീഫാണ്. കുറച്ച് ഉപ്പും കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ടാണ് ഞാനിത് വേവിച്ചത്. വേവിച്ചതിന് ശേഷം ആ സ്റ്റോക്ക് വറ്റിച്ചെടുക്കണം, അല്ലെങ്കിൽ ആ സ്റ്റോക്കിൽ ആ ബീഫിൻ്റെ ടേസ്റ്റ് മുഴുവൻ പോകും. ഇനി ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് 3 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം, ഒന്ന് ചൂടായി വരാൻ. ഇനി ഇതിലേക്ക് 1.5 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഒറിഗാനോ, 1 ടേബിൾ സ്പൂൺ സോയ സോസ്. അപ്പോൾ ഇതിലേക്ക് ഞാൻ വേറെ ഉപ്പ് ചേർക്കുന്നില്ല. അപ്പോൾ സോയ സോസിൽ ഉപ്പുണ്ട്, അത് മാത്രമല്ല ഞാൻ ഉപ്പ് ചേർത്തിട്ടാണിത് വേവിച്ചത്, അതുകൊണ്ട് വേറെ എക്സ്ട്രാ ഉപ്പ് ചേർക്കുന്നില്ല. അപ്പോൾ ടേസ്റ്റ് ചെയ്തിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. പക്ഷേ ഞാൻ ടേസ്റ്റ് ചെയ്തപ്പോൾ എനിക്ക് കറക്റ്റാണ്. അപ്പോൾ ഉപ്പ് ചേർക്കുന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ഇതിൻ്റെ കൂടെ തന്നെ ചേർത്ത് കൊടുക്കാം. ഇനി ഈ പൊടികളൊക്കെ ഒന്ന് പച്ചമണം പോകാനായിട്ട് ഒരു 2-3 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. പൊടികളുടെ പച്ചമണം മാറി വന്നപ്പോൾ ഇതിലേക്ക് ഒരു മീഡിയം സൈസ് തക്കാളി ഇതുപോലെ ചെറുതായിട്ടായിരുന്നു ചേർത്ത് കൊടുക്കാം. തക്കാളിയൊക്കെ നല്ല ഉടഞ്ഞ് വരണം. ഇത് 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ അടച്ച് വെച്ച് വേവിക്കാം. ഇപ്പോൾ ഇത് 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇടയ്ക്ക് തുറന്നിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. തക്കാളിയൊക്കെ അത്യാവശ്യം നന്നായിട്ട് ഉടഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ സ്പൂൺ കൊണ്ട് ഉടച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കാം. അതും ഇതിലേക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അടുത്തായിട്ട് കുറച്ച് ബീഫിൻ്റെ സ്റ്റോക്കാണ് ചേർത്ത് കൊടുക്കുന്നത്. അതായത് നമ്മൾ ബീഫ് വേവിച്ച വെള്ളം ഉണ്ടല്ലോ, അതൊരു 1/2 കപ്പിൽ താഴെയാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിതൊരു സ്പ്രെഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കൺസിസ്റ്റൻസിയിൽ വേണം. അതായത് നമ്മൾ ആ പിസ്സ ബേസിലേക്ക് ഇതെങ്കിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാൻ പറ്റണം. അപ്പോൾ അതിന് കുറച്ച് വെള്ളത്തിൻ്റെ ഒരു ആവശ്യമുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ഞാനിത് സ്റ്റോക്ക് ഒഴിച്ചു കൊടുത്തത്. അപ്പോൾ സ്റ്റോക്കിന് പകരം വെറുതെ വെള്ളമാണെങ്കിലും ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഇനി ഇത് തിളപ്പിക്കുന്നൊന്നുമില്ല. അപ്പോൾ നമ്മളുടെ ബീഫ് ടോപ്പിംഗ് റെഡി ആയിട്ടുണ്ട്. അപ്പോഴത്തെ പിസ്സ ഡോ ഇവിടെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിത് 2 മണിക്കൂർ മുമ്പേ പ്രൂഫ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ മുൻപത്തെ 2 വീഡിയോയിലും ഇതെങ്ങനെയാണ് റെഡിയാക്കുന്നത് കാണിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് വീണ്ടും കാണിക്കാഞ്ഞത്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാനിവിടെ കൊടുത്തേക്കാം. ഇനി ഇത് 1 മിനിറ്റ് നീഡ് ചെയ്ത് ഇതിൻ്റെ എയറൊക്കെ അങ്ങ് കളഞ്ഞെടുക്കാം. ഇനി കുറച്ച് മൈദ ഡസ്റ്റ് ചെയ്തിട്ട് ഇതൊന്ന് പരത്തി എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ മുൻപത്തെ വീഡിയോയിലൊക്കെ ആ പാനിലേക്ക് വെച്ചിട്ട് അതിനെ കൈകൊണ്ട് പരത്തുവാണ്. അപ്പോൾ അങ്ങനെയോ അല്ലെങ്കിൽ ഇങ്ങനെയോ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ പാനിൽ വെച്ചിട്ട് അതിൻ്റെ സൈസിന് ഇതൊന്ന് പരത്തിയെടുക്കണം. അതിനുശേഷം സൈഡ് ഇങ്ങനെ പൊങ്ങി നിൽക്കുന്ന രീതിയിലൊന്ന് ചെയ്തെടുക്കാം. ഇനി ഒരു ഫോർക്ക് കൊണ്ട് ഇതുപോലൊന്ന് പ്രിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ആദ്യത്തെ ലെയറായിട്ട് കുറച്ച് മോസറല്ല ചീസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് പിസ്സ സോസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ ലിങ്കും ഞാനിവിടെ മുകളിൽ കൊടുത്തേക്കാം. ഇനി ഇതിലേക്ക് മൊസറല്ല ചീസ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ റെഡിയാക്കിയ ബീഫിൻ്റെ ആ ഒരു മിക്സ് ഉണ്ടല്ലോ, അത് വെച്ച് കൊടുക്കാം. അപ്പോൾ നല്ലപോലെ തന്നെ വെച്ച് കൊടുക്കണം, എങ്കിൽ മാത്രമേ പിസ്സയ്ക്ക് ടേസ്റ്റ് കിട്ടത്തുള്ളൂ. പിന്നെ ഇത് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം എല്ലാ ഭാഗത്തും. അതിനുശേഷം സ്പൂൺ കൊണ്ട് തന്നെ ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം മുകളിലേക്ക് ചീസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളുടെ ഇഷ്ടത്തിന് ചീസ് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. ഇനി ക്യാപ്സിക്കം വെച്ച് കൊടുക്കാം. അതിനുശേഷം സീഡ് മാറ്റിയിട്ട് നീളത്തിൽ കട്ട് ചെയ്ത് തക്കാളി വെച്ച് കൊടുക്കാം. കുറച്ച് ഒറിഗാനോ സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. കുറച്ച് ചില്ലി ഫ്ലേക്സ് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുത്തിട്ട് ഇനി ഇത് ബേക്ക് ചെയ്യാനായിട്ട് വെക്കാം. ഞാൻ ഈ ഒരു പാൻ 15 മിനിറ്റ് മുമ്പേ തന്നെ പ്രീഹീറ്റ് ചെയ്തിരുന്നു മീഡിയം ഫ്ലെയിമിൽ. ഇനി ഇത് ബേക്ക് ചെയ്തെടുക്കാം. ആദ്യത്തെ 15 മിനിറ്റ് ലോ ഫ്ലെയിമിലും അടുത്ത 15 മിനിറ്റ് ഹൈ ഫ്ലെയിമിലും, അങ്ങനെ ടോട്ടൽ 30 മിനിറ്റാണ് ഞാൻ ഈ പിസ്സ ബേക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ചിലപ്പോൾ ഈ ബർണറിൻ്റെ സൈസിനൊക്കെ അനുസരിച്ച് ആ സമയത്തിനും അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം വരും, അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. ഇപ്പോൾ ഇത് കറക്റ്റ് 30 മിനിറ്റ് ആയിട്ടുണ്ട്. 30 മിനിറ്റ് ആയപ്പോൾ നന്നായിട്ട് ബേക്കായി വന്നിട്ടുണ്ട്. ചീസൊക്കെ നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. കണ്ടോ? അപ്പോൾ ഇത് പുറത്തേക്ക് എടുത്ത് വെക്കാം. അപ്പോൾ ഇത് ഒന്ന് കട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ബീഫ് പിസ്സ വിതൗട്ട് ഓവൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ബീഫ് പിസ്സ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമെങ്കിൽ ഈ ഒരു രീതിക്ക് തന്നെ ട്രൈ ചെയ്ത് നോക്കണം. ഇന്നത്തെ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.